ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കി. എന്താണ് ആപ്പ്, എന്തിനാണ് ആപ്പ്, പറഞ്ഞുതരാം. സോ ഞാൻ മിക്കപ്പോഴും കോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വല്ല ഡോക്യുമെന്റ്സ് ഒക്കെ വല്ല എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ ടെക്സ്റ്റുകളെല്ലാം എൻ്റെ ലാപ്പിലായിരിക്കും, കുറേ ടെക്സ്റ്റുകളെല്ലാം ഞാൻ ഫോണിലായിരിക്കും. ഇപ്പോൾ എനിക്ക് ഫോണിലുള്ള ടെക്സ്റ്റ് കമ്പ്യൂട്ടറിൽ കിട്ടണമെങ്കിൽ ഞാൻ വാട്സപ്പ് വഴിയാണ് സെൻഡ് ചെയ്യണത്. ലൈക്ക് കിട്ടേണ്ട ടെക്സ്റ്റ് ഫോണിൽ നിന്ന് കോപ്പി ചെയ്ത് നേരെ വാട്സപ്പിൽ ഇടും, വാട്സപ്പിൽ നിന്ന് നേരെ കമ്പ്യൂട്ടറിൽ വാട്സപ്പിൽ വഴി ഇടും. അതൊരു ടീഡിയസ് പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് എളുപ്പമാക്കാൻ ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഈ ആപ്പിൻ്റെ കോർ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഫോണിൽ കോപ്പി ചെയ്യണ കാര്യങ്ങളെല്ലാം എൻ്റെ കമ്പ്യൂട്ടറിലും. സോ അതിനെ ഞാൻ യൂസ് ചെയ്യാന്ന് വിചാരിച്ചത് വെബ് സോക്കറ്റ് ആണ്. In June 2008, a series of discussions were led by Michael Carter that result in the first version of the protocol known as WebSocket. അപ്പോൾ എന്താണ് ഈ WebSocket? WebSocket എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോകോളാണ്. അതുപയോഗിച്ച് നമുക്ക് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. ലൈക്ക് ഇപ്പോൾ ക്ലയൻറ്റും സെർവറും തമ്മിൽ 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. ട്രഡീഷണൽ മെത്തേഡായ HTTP പ്രോട്ടോകോൾ, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റെസ്പോൺസിനും പുതിയ കണക്ഷൻ ഉണ്ടാക്കേണ്ടി വരും. ആൻഡ് അബൌട്ട് ദ വെബ്സോക്കറ്റ് മെയിൻറ്റെയിൻ എ റെസിസ്റ്റൻറ്റ് കണക്ഷൻ. ഇത് ലേറ്റൻസി കുറക്കാനും ഹെൽപ്പ് ചെയ്യും, മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ ആപ്ലിക്കേഷൻ ദാറ്റ് ഡിമാൻഡ് ലൈവ് അപ്ഡേറ്റ്സ് സച്ച് ആസ് ചാറ്റ് ആപ്ലിക്കേഷൻ, ലൈവ് സ്പോർട്സ് അപ്ഡേറ്റ് ആൻഡ് മൾട്ടിപ്ലയർ ഗെയിംസ്. ഇതൊക്കെ കാരണമാണ് എൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ WebSocket യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലോക്കൽ നെറ്റ്വർക്ക് വഴിയാണ് ഈ ഡാറ്റ സെൻഡ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കണം. ലൈക്ക് അവിടെ ഒരു റൗട്ടർ ഉണ്ട്, ലാപ്പും എൻ്റെ ഫോണും ആ റൗട്ടറായിട്ട് കണക്റ്റഡ് ആണ്, മീൻസ് സെയിം നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. ഞാൻ ഇതുവരെ WebSocket യൂസ് ചെയ്തിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. സോ അത് ചെയ്ത് നോക്കാം. സോ ദ WebSocket is working. ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണുണ്ട്. ലൈക്ക് ഇപ്പോൾ വിൻഡോസ് ടു ആൻഡ്രോയിഡ് നമുക്ക് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ പറ്റണുണ്ട്. അടുത്തത് യുഐയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സോ 2 ബട്ടൺ, ഫസ്റ്റ് ബട്ടൺ നിൽക്കുമ്പോൾ സെർവർ ക്രിയേറ്റ് ചെയ്യും വിൻഡോസിൽ. ആൻഡ്രോയിഡിലെ ബട്ടൺ നിൽക്കുമ്പോൾ ഈ സെർവറായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. രണ്ടാമത്തെ ബട്ടൺ വെച്ച് വിൻഡോസിൽ നിന്നും ഡാറ്റ അയക്കാം, ആൻഡ്രോയിഡിൽ നിന്നും ഡാറ്റ അയക്കാം. അപ്പോൾ ഇനി ഇതിന് UI ഇത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് ക്ലിപ്പ് ബോർഡ് വെച്ച് ഇത്രയും കൂടെ ഫങ്ഷൻസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഫോണിൽ കോപ്പി ചെയ്യണത് അപ്പോൾ തന്നെ വിൻഡോസിലേക്ക് സെൻഡ് ചെയ്യണ ഫംഗ്ഷൻ ഉണ്ടാക്കണം. ആൻഡ് പിന്നെ വിൻഡോസിൽ വല്ലതും കോപ്പി ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് എല്ലാം ഹാർഡ് കോഡഡ് ആണ്. ഇപ്പോൾ IP അഡ്രസ്, മെസ്സേജ് എല്ലാം ഹാർഡ് കോഡഡ് ആണ്. അത് ഡൈനാമിക് ആക്കണം. ഇനിയുള്ളത് ഇത് ഇത്രയും കൂടെ ഒന്ന് യൂസ്ഫുൾ ആക്കണം. അതാണ് ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ആഫ്റ്റർ മെനി ഡേയ്സ് ആപ്പ് കംപ്ലീറ്റ് ആയി ആൻഡ് ഇതിൽ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. ബട്ട് അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് വെൻ ഇറ്റ് കംസ് ടു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൽ ഇപ്പോൾ PC-യിലാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഓൺ ആണെങ്കിൽ നമ്മൾ എന്ത് കോപ്പി ചെയ്താലും അത് നേരെ ആൻഡ്രോയിഡിലോട്ട് സെൻഡ് ആവും. പിന്നെ അതേപോലെ തന്നെ ആൻഡ്രോയിഡിലാണെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡിൽ എന്ത് കോപ്പി ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി വിൻഡോസിലും സെൻഡ് ആവും. അങ്ങനത്തെ ഒരു ആപ്പായിരുന്നു ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിച്ചത്. ബട്ട് ആൻഡ്രോയിഡിൽ എല്ലാ ആപ്സും സാൻഡ് ബോക്സ്ഡ് ആണ്. സോ അപ്പോൾ ഒരു ആപ്പിന് മറ്റുള്ള കാര്യങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു വർക്ക് അറൗണ്ട് ഉണ്ട്. ലൈക്ക് ആക്സസിബിലിറ്റി വഴി എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലിപ്പ് ബോർഡിലുള്ളതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് ChatGPT പറയുന്നത്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബട്ട് ഫോർ നൗ അത് ഞാൻ ട്രൈ ചെയ്യണില്ല. എനിക്ക് ഈ ആപ്പ് ബേസിക് വർക്കിംഗ് ആക്കണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. സോ വർക്കിംഗ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇതിനി ഫ്യൂച്ചറിൽ ആ ഒരു എന്താ പറയുക ആക്സസിബിലിറ്റി വെച്ച് ക്ലിപ്പ് ബോർഡ് ആൻഡ്രോയിഡിൽ ആക്സസ് ചെയ്യണ ഒരു മെത്തേഡും കൂടെ ചെയ്തു നോക്കണം. ലൈക്ക് പ്ലാറ്റ്ഫോം ചാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ നൗ ഇപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് വിൻഡോസിലേക്ക് വല്ലതും സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, അതിനകത്ത് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ PC-യിൽ ഓട്ടോമാറ്റിക്കലി ക്ലിപ്പ് ബോർഡിലോട്ടാവും. നേരത്തെ തന്നെ കാട്ടിയും കുറേ സ്റ്റെപ്സ് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് നോട്ട് ഫുള്ളി ആൻഡ് ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുമില്ല. സോ അതിനി ഫ്യൂച്ചറിൽ ഇനി അതേപോലെ ഈ ആപ്പ് മാറ്റിയെടുക്കണം. ലൈക്ക് വിൻഡോസിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതിൽ നമുക്ക് ക്ലിപ്പ് ബോർഡിൽ എന്ത് കോപ്പി ചെയ്താലും അതപ്പോൾ തന്നെ കോപ്പിയായി ആൻഡ്രോയിഡിലായിട്ട് സെൻഡ് ആവുന്നുണ്ട് വിൻഡോസിൽ. ബട്ട് ആൻഡ്രോയിഡിലാണ് ആ ഒരു ഇഷ്യൂസ് ഉള്ളത്. സോ ഇതിനകത്ത് 2 ബട്ടൺസ് ആണുള്ളത്. ലൈക്ക് ഫോർ വിൻഡോസിൽ
നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ, പിന്നെ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ. അതിനകത്ത് നമ്മൾ IP അഡ്രസ്സ് കൊടുത്തിട്ടാണ് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വിൻഡോസിലെ ആപ്പിൽ സെർവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ തന്നെ IP അഡ്രസ്സ് കാണിക്കും. ആ IP അഡ്രസ്സ് ആൻഡ്രോയിഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് കണക്ട് ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കണക്ട് ആവും. പിന്നെ പോർട്ട് നമ്പർ 8080 അത് ഹാർഡ് കോഡറാണ്, അത് മാറ്റാൻ പറ്റില്ല. അതിനുള്ള ഓപ്ഷൻ ഇൻ ഫ്യൂച്ചർ അതും കൂടെ ആഡ് ചെയ്യണം. ഫോർ നൗ അത് വർക്കിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ അത് മാറ്റിയില്ല. സോ ഇഫ് യു വാണ്ട് ടു ട്രൈ, ഇത് GitHubൽ ഇതിൻ്റെ സോഴ്സ് കോഡ് എല്ലാം ഉണ്ട്. APK എല്ലാം അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യും. EXE ഫയലൊക്കെ GitHubൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ. ആൻഡ് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യണമെങ്കിൽ GitHubൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് യു ആർ എ ഫ്ലട്ടർ ഡെവലപ്പർ, നിങ്ങൾക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഓർ ഇമെയിൽ, എങ്ങനെ വേണേലും എന്നെ അറിയിക്കാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ ഈ ഒരു ഫീച്ചേഴ്സും കൂടെ ആവായിരുന്നു എന്ന് തോന്നുന്ന വല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആ ഫീച്ചറും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് സോ ആപ്പ് 90% കംപ്ലീറ്റ്സ് ആസ് മൈ എക്സ്പെക്ടേഷൻ, ബട്ട് നോട്ട് 100%. അപ്പോൾ ഇനി ഇത് സ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ആൻഡ് ഇൻ ഫ്യൂച്ചർ ദി ആപ്പ് വിത്ത് ദി ആക്സസിബിലിറ്റി ആ ഒരു വർക്ക് അറൗണ്ടും കൂടെ ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. ആൻഡ് ഇഫ് എനി ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യണം. ഞാനിപ്പോൾ അത് ആകെ ലൈക്ക് ബേസിക് ടെസ്റ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി റിയൽ വേൾഡിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ ബഗ്സ് ഉണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇനി ആഡ് ചെയ്യായിരുന്നു, എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ കറണ്ട് ഇംപ്ലിമെൻറ്റേഷനിൽ വല്ല പ്രോബ്ലം ഉണ്ടോ കാര്യങ്ങളെല്ലാം നമുക്കിനി റിയൽ വേൾഡിൽ യൂസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. സോ അപ്പോൾ അതിനി യൂസ് ചെയ്ത് നോക്കണം. സോ ഫോർ നൗ ദി ആപ്പ് ഹാസ് കംപ്ലീറ്റഡ്. അപ്പോൾ യു ക്യാൻ ട്രൈ ഇഫ് യു വാണ്ട്. ദ ലിങ്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ go check it out.